السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. وعن عبد الله بن السلام رضي الله عنه قال رسول الله صلى الله عليه وسلم: أفشوا السلام وأطعموا الطعام وصلوا بالليل والناس نيام. صدق رسول الله صلى الله عليه وسلم. ആദരണീയരായ ഉസ്താദുമാർ, ശബ്ദം ശ്രവിക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കൾ, ഇസ്ലാമിക ചരിത്രത്തിലെ മനോഹരമായൊരു അധ്യായമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ബനൂ ഖൈഉൽഖായിൽപ്പെട്ട ഒരു യഹൂദി പണ്ഡിതനായിരുന്നു മഹാനായ അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിലമതിക്കാനാവാത്ത 3 നിർദ്ദേശങ്ങളാണ് ഈ ഹദീസിലെ പരാമർശ വിഷയം. മഹാനവറുകൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ മദീനക്കാരെല്ലാം അവിടത്തെ കാണാൻ വേണ്ടി ഒഴുകിയെത്തി. അവരുടെ കൂട്ടത്തിൽ ഞാനുമുണ്ടായിരുന്നു. ഞാനും അവിടത്തെ കണ്ടു. അവിടുത്തെ മുഖം കഅന്നശംസു തദൂറു ഫീ വജ്ഹിഹി, അവിടുത്തെ മുഖത്തുകൂടി സൂര്യൻ ഇങ്ങനെ കറങ്ങുകയാണോ എന്ന് തോന്നും വിധത്തിൽ ആശിഖീങ്ങൾ അവിടുത്തെ പുകഴ്ത്തിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം മഹാനവറുകൾ ഇങ്ങനെ വർണ്ണിക്കുകയാണ്. അന്നവിടെ ഒരുമിച്ച് കൂടിയ ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: അഫ്ശുസ്സലാം വഅത്ഇമുത് തആം വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം. ഈ നിർദ്ദേശങ്ങളാണ് എന്നെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിച്ചത് എന്ന് മഹാനവറുകൾ പറയാണ്. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അവിടുന്ന് പറയുന്നത്. അതിലൊന്നാമതായി പറഞ്ഞത് അഫ്ശുസ്സലാം, നിങ്ങൾ സലാം പറയലിനെ വ്യാപിപ്പിക്കണം. സലാം എന്ന് പറയുന്നത് സമാധാനത്തിനായുള്ളൊരു ദുആയാണ്. മാത്രമല്ല മനസ്സ് കുളിർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയും കൂടിയാണ്. മുഅ്മിനീങ്ങളായ ആളുകളെ കാണുമ്പോഴൊക്കെ സലാം പറയണം, അത് സുന്നത്താണ്. ഇനി ഇങ്ങോട്ട് വല്ലവരും നമ്മളോട് സലാം പറഞ്ഞാൽ ആ സലാം മടക്കൽ നിർബന്ധവുമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മഹത്തായ ഒരു ശൈലിയാണ്. എന്നാൽ മറ്റൊരു ശൈലി കേൾക്കണോ നിങ്ങൾക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു: അവലാ അദുല്ലുക്കും അലാ ശൈഇൻ, നിങ്ങൾക്കൊരു കാര്യം ഞാൻ അറിയിച്ചു തരട്ടെയോ? ആ ഒരു വിഷയം ഇദാ ഫഅൽതുമൂഹു, നിങ്ങൾ ആ കാര്യം ചെയ്താൽ തഹാബബ്തും, നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്: അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സലാമിനെ വ്യാപിപ്പിക്കണം. ഈ സലാമിനെ വ്യാപിപ്പിക്കണമെന്ന് പറഞ്ഞ ഇടത്ത് അതാ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലോ അതുപോലെ മുബ്തദിഈങ്ങളെയോ സലാം പറയാൻ പാടില്ല. ഇത് ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ ധാരാളം നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഈ സലാം എന്നുള്ളത് അത് ജീവിച്ചിരിക്കുന്നവരോട് മാത്രമല്ല, മരണപ്പെട്ടു പോയ സർവമഹാന്മാരുണ്ടല്ലോ, അവർക്കൊക്കെ സലാം പറയാനുള്ളൊരു അവസരവും കൂടിയാണ്. അതാണ് നമ്മുടെ എല്ലാ നിസ്കാരത്തിന്റെ അവസാനത്തെ തഹിയ്യാത്തിലടക്കം അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ, ഓ നബിയെ അങ്ങേക്ക് സലാം. നബി തങ്ങൾ പറഞ്ഞു: മാ മിൻ അഹദി യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു റൂഹി ഫഅറുദ്ദു അലൈഹി സലാം. എവിടെ വെച്ച് നിങ്ങൾ എനിക്ക് സലാം പറഞ്ഞു, ആ സലാം ഞാൻ മടക്കും. അത് മടക്കാനുള്ള സംവിധാനം എനിക്ക് റബ്ബ് ചെയ്തു തന്നിട്ടുണ്ടാകും. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന രണ്ടാമത്തെ നിർദ്ദേശം എന്താണ്? അത്ഇമുത് തആം, നിങ്ങൾ അതാ ഭക്ഷിപ്പിക്കണമെന്നാണ്, ജനങ്ങളെ സൽക്കരിക്കണമെന്നാണ്. അതാ സ്വഹാബാക്കൾ ഈ വിഷയം വളരെ ശ്രദ്ധിച്ചവരാണ്. മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ സൽക്കാരം നമുക്കറിയില്ലേ? മഹാനായ ഗൗസുൽ ആദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്
മഹാനവറുകൾ പറഞ്ഞില്ലേ, ഈ ദുനിയാവ് മുഴുവൻ എനിക്ക് ലഭിച്ചാലും ഞാൻ പാവങ്ങൾക്ക് വേണ്ടി അതിൽ നിന്ന് നീക്കി വെക്കും. അത്രയ്ക്കും വലിയ മഹത്വമുള്ള വിഷയമാണ് മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുക. ഖുർആൻ പറഞ്ഞു, ലൻ തനാലൽ ബിറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് നന്മയെ എത്തിക്കാൻ കഴിയൂല. ഇൻഫാഖിന്റെ പ്രാധാന്യമാണ് ഇവിടെ ഖുർആൻ വ്യക്തമാക്കുന്നത്. സുഹൃത്തുക്കളെ, മൂന്നാമത് നബി തങ്ങൾ പറയുന്നത് വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം. രാത്രി ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോ ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കണം. നമ്മളെ സൃഷ്ടിച്ച രാജാവിന്റെ മുമ്പിൽ രാത്രി ആരും അറിയാതെ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ അവിടെ മനസ്സിന്റെ ഉള്ളിൽ വേറെ ഒരാൾ കാണുമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മളെ വീക്ഷിക്കുന്നുവെന്നോ ചിന്ത വരൂല. അവിടെ നമുക്ക് വേണ്ടത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ അതികീൽ പാടിയില്ലേ, അഖ്ലിസു വദാഅൻ ലാ തുരീദ ബിതാഅതി ഇല്ല തഖറബ ദിൽ ഇലാഹി കദിൽ കിലാ. ഒരു കാര്യവും ഉദ്ദേശിക്കാതെ, ദുന്യാവിനെ ഉദ്ദേശിക്കാതെ ഇഖ്ലാസോടെ അമല് ചെയ്യണം. അതിൽ ഇഖ്ലാസിന് വളരെയധികം കൂടുതൽ യോജിച്ചത് രാത്രി സമയത്തുള്ള നിസ്കാരമാണല്ലോ. അതുപോലെ രാത്രി സമയത്തുള്ള നിസ്കാരത്തിന് മാത്രമല്ല, എല്ലാ അമലുകൾക്കും ഇഖ്ലാസ് വേണമെന്നാണ്. ഇഖ്ലാസോടെയുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഫലമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഏതൊരു സൽക്കർമ്മവും, അതുപോലെ തന്നെ പരിശുദ്ധ റമദാൻ മാസത്തിലെ നോമ്പടക്കം അല്ലാഹുവും അവന്റെ അടിമയും തമ്മിലുള്ള ഒരു സംഭാഷണം പോലെ അല്ലാഹുവും അവന്റെ അടിമയും തമ്മിലുള്ള രഹസ്യമായ ഒരു ഇബാദത്താണ്. ആ നോമ്പ് ഒരു രഹസ്യമായതിനാൽ അവിടെ റിയാഇന് സാധ്യതയില്ല. അവിടെയാണ് ഇഖ്ലാസ് പഠിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, രാത്രി സമയത്തുള്ള നിസ്കാരം വളരെ മഹത്വമുള്ളതാണ്. നബി തങ്ങളോട് അല്ലാഹു പറയുന്നു, ഖുമിൽ ലൈല ഖലീലാ, രാത്രി സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കണം നബിയേ. ആ നിർദ്ദേശം ലഭിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിർദ്ദേശം കിട്ടിയ പാടെ നബി തങ്ങൾ രാത്രി നിസ്കരിക്കുന്നു. നിസ്കരിച്ച് നിസ്കരിച്ച് കാലിങ്ങനെ വീർത്തു വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ, നബിയേ, അങ്ങയുടെ സർവ്വദോഷങ്ങളും അല്ലാഹു തആല പുറത്തു തന്നതല്ലേ നബിയേ, തങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അഫലാ അകൂന അബ്ദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ? ഇത്രയേറെ അല്ലാഹുമായി അടുക്കുന്ന വിഷയത്തിൽ നബി തങ്ങൾ പോലും നമുക്ക് മാതൃകയല്ലേ. ഖുർആൻ പറയുന്നു, വഫിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകൾ, അവരെ പുകഴ്ത്തുകയാണ് ഖുർആൻ. മറ്റൊരിടത്ത് പറയുന്നു, തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. വളരെയധികം ഭയവും പ്രത്യാശയും കാരണം അവരുടെ കിടക്കകളിൽ നിന്ന് അവരെണീറ്റ് അവരിങ്ങനെ അല്ലാഹുവിനെ ഓർക്കുകയാണ്. അത്രയ്ക്കും മഹത്വമുള്ള ഒരു കർമ്മമാണ് രാത്രി സമയത്തുള്ള നിസ്കാരം. ഒരൊറ്റ ദിവസത്തിന് 50,000 വർഷമുള്ള ലോകത്ത് നിൽക്കുമ്പോ നിബിതങ്ങൾ ആ സന്ദർഭം വിശദീകരിക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നിൽക്കുമ്പോ ആരും സഹായിക്കാനില്ലാതെ നിൽക്കുന്ന അവസരത്തിൽ ഒരാൾ വിളിച്ചു പറയുകയാണ്, തഹജ്ജുദ് നിസ്കരിച്ചവരുണ്ടോ? ഇങ്ങോട്ട് വരൂ. ആ സമയത്തെ കുറിച്ച് നബിതങ്ങൾ പറയുകയാണ്, വഹും ഖലീലൂൻ, അവര് കുറച്ചാളുകളെയുള്ളൂ.
അതേ തഹജ്ജുദ് നിസ്കാരം, രാത്രി സമയത്തുള്ള മഹത്തായ നിസ്കാരം നമുക്ക് കഴിയുന്നില്ലല്ലേ? നിസ്കരിക്കാൻ കഴിയുന്നില്ലല്ലേ? ഇത്രയേറെ മഹത്വമുള്ള നിസ്കാരം നബിതങ്ങൾ വരെ കാണിച്ചിട്ടും നമുക്കത് കഴിയുന്നില്ല. അല്ലാഹു തആല നബിതങ്ങളെ ഇത്തിബാഇ ചെയ്ത് ജീവിക്കുന്നവരിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.